നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യാത്രയ്ക്കായി നിരവധി പ്രവാസികൾ ദുബായ് വിമാനത്താവളത്തെ ആശ്രയിക്കുന്നവരാണ്. കോവിഡ് നിയന്ത്രണങ്ങളിൽ അയവ് വന്നതോടെ വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ ഉണർവേകിക്കൊണ്ട് ദുബായിലേക്ക് സന്ദർശകരുടെ കുത്തൊഴുക്ക് തുടരുകയാണ്. അതിനിടയിലാണ് ഫുട്ബോൾ പ്രേമികൾക്ക് വലിയൊരു ആവേശമായി ഫിഫ ലോകകപ്പ് എത്തിയത്. മത്സരം തുടങ്ങി വെറും 2 ആഴ്ചയ്ക്കുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ദുബായ് വിമാനത്താവളം വഴി ദോഹയിലേക്ക് പറന്നത്. ദുബായിൽ നിന്ന് ഖത്തറിലേക്ക് പ്രത്യേക ഷട്ടിൽ സർവീസുകളാണ് ഒരുക്കിയിട്ടുള്ളത്. പ്രധാന വിമാന കമ്പനികളെല്ലാം ദിവസേന ദുബായിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി ലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ദുബായ് നഗരത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിഫ ലോകകപ്പ് ആരംഭിച്ച് 2 ആഴ്ച പിന്നിടുമ്പോൾ 1,50,000 ഫുട്ബോൾ ആരാധകരാണ് ദുബായിൽ നിന്ന് ദോഹയിലേക്ക് ഇതിനോടകം പറന്നിരിക്കുന്നത്. നിലവിൽ ഫ്ലൈ ദുബായ്, ഖത്തർ എയർവേസ് എന്നിവയാണ് ലോകകപ്പിനായി ദുബായിൽ നിന്ന് ദോഹയിലേക്ക് പ്രത്യേക വിമാന സർവീസുകൾ നടത്തുന്നത്. പ്രതിദിനം 60 വിമാനങ്ങൾ വരെയാണ് ഇരു നഗരങ്ങൾക്കുമിടയിൽ സർവീസ് നടത്തുന്നത്. ആദ്യ ആഴ്ചയ്ക്കുള്ളിൽ 600-ലധികം വിമാന സർവീസുകളാണ് ഈ റൂട്ടിൽ മാത്രം നടന്നിരിക്കുന്നതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ മാമാങ്കം ഇതാദ്യമായി മിഡിൽ ഈസ്റ്റിലെത്തിയതോടെ ഖത്തറിനും UAEക്കും പുറമെ അറേബ്യൻ മേഖലയിലാകെ ഫുട്ബോൾ ആവേശം പിടിമുറുക്കിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ദുബായ് വിമാനത്താവളത്തിലൂടെയുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ലോകകപ്പിനോടനുബന്ധിച്ച് വെറും 100 ദിർഹത്തിന്, അതായത് 2252.65 ഇന്ത്യൻ രൂപയ്ക്ക് 90 ദിവസ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി ടൂറിസ്റ്റ് വിസ ദുബായ് അനുവദിച്ചിരുന്നു. 90 ദിവസത്തിന് ശേഷം വിസ വീണ്ടും പുതുക്കാൻ കഴിയുമെന്നും അധികൃതർ അറിയിച്ചിരുന്നു. ഇതോടെ ഖത്തറിലേക്ക് പറക്കുന്ന ഫുട്ബോൾ ആരാധകർക്ക് കുറഞ്ഞ ചെലവിൽ UAEയും സന്ദർശിക്കാൻ അവസരമൊരുങ്ങിയിരുന്നു. 2022 ഇതുവരെ 10.12 മില്യൺ സന്ദർശകർ ദുബായിൽ എത്തിയത്. ഇവരിൽ 10% ആളുകൾ ഇന്ത്യയിൽ നിന്നാണ്. മുൻ വർഷങ്ങളെക്കാൾ 3 ഇരട്ടി ആളുകളാണ് ഈ വർഷം ഒക്ടോബർ വരെ ദുബായ് സന്ദർശിച്ചത്. സന്ദർശകരുടെ എണ്ണത്തിൽ 162.8% വളർച്ചയുണ്ടായെന്നാണ് കണക്ക്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഏറ്റവും അധികം ആളുകൾ ദുബായിൽ എത്തിയത്. 20 ലക്ഷം ആളുകളാണ് ഈ മാസങ്ങളിൽ എത്തിയത്. കോവിഡ് മഹാമാരിക്ക് മുൻപ് 2019 12.08 ദശലക്ഷം പേരാണ് ദുബായിൽ എത്തിയത്. ഇന്ത്യയിൽ നിന്ന് 10.12 മില്യൺ സന്ദർശകർ എത്തിയപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് 9,07,000, UKയിൽ നിന്ന് 7,20,000, റഷ്യയിൽ നിന്ന് 4,54,000, US-ൽ നിന്ന് 3,91,000, പാകിസ്ഥാനിൽ നിന്ന് 2,79,000, ഫ്രാൻസിൽ നിന്ന് 2,69,000, ജർമ്മനി 2,68,000, ഇറാൻ 2,47,000 എന്നിങ്ങനെയാണ് കണക്കുകൾ. 2019 അപേക്ഷിച്ച് ഒമാൻ, റഷ്യ പൗരന്മാർ കൂടുതലായി ദുബായിൽ പര്യടനം നടത്തുന്നുണ്ട്. 2019 അപേക്ഷിച്ച് ഒമാൻ, റഷ്യ പൗരന്മാർ കൂടുതലായി ദുബായിൽ പര്യടനം നടത്തുന്നുണ്ട്. ഇതിന്റെ കണക്കുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഒമാനിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർഷം തോറും വർധനയുണ്ടാകുന്നുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കോവിഡ് നിയന്ത്രണങ്ങളിൽ അയവ് വന്നതോടെ ഇന്ത്യ, ഫ്രാൻസ്, ഇറാൻ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർ ദുബായിലേക്ക് എത്തുകയാണ്. കോവിഡ് വ്യാപനം റിപ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് ഇന്ത്യ, ഫ്രാൻസ്, ഇറാൻ രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് കൂടുതൽ ആളുകൾ എത്തിയിരുന്നു. ഏതായാലും ഫുട്ബോൾ ആരാധകരെല്ലാം ദുബായിൽ നിന്ന് ഖത്തറിലേക്ക് കുതിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.